എൻ്റെ ദൈവം മഹത്വത്തിൽ ആദ്രവാനായി ജീവിക്കുന്നു. സാധു ഞാനീശോനി ദേശിക്കാൻ ഏതും കാര്യമില്ലെന്നെൻ്റെ ഉള്ളം േതുക്കുന്നു കാരാകേറി നടക്കുള്ള വൈഷമ്യമുള്ളേതുകുന്നും കാരാകേറി നടക്കുവാൻ കാലുകൾക്കു വേഗമായി ില്ലെന്നു ഞാൻ ഏകനായി തീർന്നെന്നു ആരുമേനിക്കില്ലെന്നു ഞാൻ ഏകനായി തീർന്നുവെന്നു മനസ്സിലാനി കൊണ്ടു സാധു അന്ധനായി അന്ധനായി തീർന്നിടല്ലേ ദൈവമേ. നിത്യ സ്നേഹിതന്മാർ ദൈവദൂത സംഗമേ എന്റെ നിത്യ സ്നേഹിതന്മാർ ദൈവദൂത വിചാരിപ്പിൻ വിധയില്ല കൊയ്ത്തുമില്ല
പിതാവേ, ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിലേക്ക് പ്രാവശ്യം താഴ്ത്തി തരികയാണ്. ഇപ്പൊ നേരെ അങ്ങയുടെ വചനം കേൾപ്പാൻ ഞങ്ങൾ പോകുന്നു. അങ്ങയുടെ സാന്നിധ്യം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ. ഞങ്ങളുടെ ഹൃദയത്തോട് അങ്ങ് ഇടപെടുന്നതിനായി സ്തോത്രം. കർത്താവിൻ്റെ ഫേവർ ഞങ്ങളുടെ കൂടി ഇരിക്കുന്നതിനായി സ്തോത്രം. കർത്താവ് ഞങ്ങളെ അനുഗ്രഹിക്കുന്നതിനായി സ്തോത്രം. ഒരുമിച്ച് താഴ്ത്തുന്നു, ഒരുമിച്ച് ബലപ്പെടുത്തിയാണ്. അങ്ങയുടെ വചനം ഇരുവാഴ്ത്തിലുള്ള വാളായതുകൊണ്ട് അതെടുക്കുന്ന അടിയനോടും ഇവിടെ ഇരിക്കുന്ന ജനത്തോടും ഒരുപോലെ ഇടപെടുന്നതിനായി സ്തോത്രം. എല്ലാം ബന്ധപ്പിച്ചിട്ട് സന്നിധിയിൽ താഴ്ത്തുന്നു, യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. എന്നെ ഒത്തിരി ആശ്വസിപ്പിച്ചൊരു പാട്ടായത്. പലപ്പോഴും ഭോപ്പാലിൽ ഞങ്ങളായിരുന്നപ്പോൾ കൊറോണയുടെ ഏകാന്തതയിൽ ഒത്തിരി പാടി ആശ്വസിപ്പിച്ചൊരു പാട്ട്, എന്നെ ഒത്തിരി സന്തോഷിപ്പിക്കുന്നൊരു പാട്ട്. എസ്പെഷ്യലി ഓൾ സാധു കൊച്ചുകുഞ്ഞിയുടെ ഉപദേശിയുടെ പാട്ടുകളെല്ലാം എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള പാട്ടുകളാണ്. എന്നെ ഒത്തിരി ആശ്വസിപ്പിക്കുന്ന പാട്ടുകളാണ്. ഞാൻ ദൈവ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന നമ്മുടെ ഈ ബൈബിൾ സ്റ്റഡിയിലെ അടുത്ത ഒരു സ്റ്റെപ്പിലേക്ക് നമ്മൾ കയറുകയാണ്. നമ്മൾ ഇതുവരെ പഠിച്ചുകൊണ്ടിരുന്നത് നമ്മൾക്കറിയാം, ഒന്നാമത്തെ ചാപ്റ്ററിൽ നീ കണ്ടത്, അതായത് എന്താ നടന്നത്. ഓക്കെ, അടുത്തത് എന്താ നടക്കുന്നതാണ് സഭയോടുള്ള ദൂത്. അടുത്ത ദൂതാണ് ഇനി സംഭവിക്കാൻ പോകുന്നത്. അപ്പോൾ ഒന്നാമത്തെ ചാപ്റ്ററിൽ നമ്മൾ ഓൾറെഡി കണ്ടത്, രണ്ടാമത്തെ തൊട്ട് നാലാമത്തെ ചാപ്റ്റർ വരെ, മൂന്നാമത്തെ ചാപ്റ്ററിന്റെ ഒടുക്കം വരെ ആമേൻ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് അവസാനം നമ്മുടെ നാലാമത്തെ ചാപ്റ്റർ മുതൽ പഠിക്കുമ്പോഴാണ് നമുക്കറിയാവുന്നത് എന്താണ് ഇനി നടക്കാൻ പോകുന്നു എന്നുള്ളൊരു ഭാഗം. ഒത്തിരി ട്രെൻഡായിട്ടുള്ളൊരു ഭാഗം, എല്ലാവർക്കും അറിയാൻ ഇഷ്ടമായില്ലേ, നാളെ എന്താ സംഭവിക്കാൻ പോകുന്നത്. കഴിഞ്ഞൊരു ദിവസം ഒരു പ്രവചനം നിങ്ങൾ കേട്ടായിരിക്കും, ഒരു മഹാ ട്രാജഡി നടക്കാൻ പോവുകയാണ്. പക്ഷേ എല്ലാ ലോകം പ്രതീക്ഷയോടെ കാത്തിരുന്നു, നടന്നില്ല. അടുത്തൊരു ദിവസം നമുക്കറിയാം, നമ്മൾ എല്ലാവരും
അമ്മ വീട്ടിലിരുന്ന് തന്നൊന്ന് കുലുങ്ങി. അപ്പോൾ നമ്മൾ അന്യോന്യം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നോക്കി എന്താ സംഭവിക്കുന്നതെന്ന്. പക്ഷെ ദൈവത്തിന്റെ കരം നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. ആ ഭൂചലനത്തിലൊക്കെ ദൈവം നമ്മളെ ആശ്വസിപ്പിച്ചു. ഒരു അനർത്ഥവും വരാതെ വേണം ദൈവം നമ്മളെ സംരക്ഷിച്ചു. അതോടൊപ്പം തന്നെ നമ്മുടെ വേണ്ടപ്പെട്ട കുടുംബങ്ങൾ പലരും ദുഃഖത്തിൽ കൂടെയും ഭാരത്തിൽ കൂടെ ഒക്കെ പോകുന്നു. എന്നാലും കർത്താവിന്റെ ഫേവർ ആ കുടുംബത്തിലും വെളിപ്പെടുന്നുകൊണ്ട് നമുക്ക് ദൈവത്തിന് സ്തുതിക്കാം. 4-ാം അധ്യായം തൊട്ട് 22-ാം അധ്യായത്തിൽ എന്താ നടക്കാൻ പോകുന്നതെന്നുള്ള ഭാഗമാ കാണുന്നത്. അപ്പം ചില ഭാഗങ്ങൾ ചില പ്രീച്ചേഴ്സ് ഒക്കെ എസ്പെഷ്യലി ഈ ഭാഗം ഫോക്കസ് ചെയ്താ പ്രസംഗിക്കുന്നത്. കാരണം എന്താ നടക്കാൻ പോകുന്നത്. എനിക്കറിയാം പണ്ട് എൻ്റെ കുഞ്ഞുനാളിൽ ഈ അന്ത്യനാളിനെ കുറിച്ചുള്ള ബൈബിൾ സ്റ്റഡി നടക്കുമ്പോൾ ഞങ്ങളെല്ലാം ആകാംക്ഷയോടെ വരും. അപ്പം ആ പ്രസംഗികന്റെ വചനം കേൾക്കുമ്പോൾ നമുക്ക് വിചാരിക്കും, ഇന്ന് വീട്ടിൽ ചെല്ലുന്നതിന് മുമ്പേ ദേശീയോപ്പച്ചൻ വരും, അതിനുവേണ്ടി ഒരുങ്ങിക്കോളും. ആ ഒരു ഭയങ്കര സന്തോഷമാണ്. അപ്പം ന്യൂസും കാര്യങ്ങളൊക്കെ ഒത്തിണക്കിക്കൊണ്ടുള്ള വചന പഠനം നമ്മളെ ഒത്തിരി സന്തോഷിപ്പിക്കുന്ന. അന്ന് നാട്ടിലൊക്കെ ഒത്തിരി കൺവെൻഷനും ബൈബിൾ സ്റ്റഡിയും ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ബെനിഫിറ്റ്. ഇന്നും ദൈവം അനുബന്ധിച്ച് നമുക്കുള്ള സാങ്കേതിക വിദ്യകളൊക്കെ വലുതായത് കൊണ്ട് നമുക്ക് എവിടെ ഇരുന്നാലും കാണാൻ പറ്റുന്ന രീതിയിലുള്ള ബൈബിൾ സ്റ്റഡി നടക്കുന്നുണ്ട്. നമ്മളത് പ്രാർത്ഥിച്ച് അത് കേട്ട് അതിന്റെ മുന്നേറാൻ ദൈവം സഹായിക്കട്ടെ. അപ്പൊ 4-ാം അധ്യായം തൊട്ട് 5-ാമത്തെ അധ്യായം വരെ വായിക്കുമ്പോൾ ചർച്ച് ഇൻ ഹെവൻ, സ്വർഗത്തിലെ സഭയെ പറ്റിയാണ് നമ്മൾ വായിക്കുന്നത്. 6 തൊട്ട് 19 വരെ വായിക്കുമ്പോൾ ട്രിബുലേഷൻ, മഹാഭൂപദ്രവ കാലത്തെ പറ്റി പഠിക്കുന്നു. 19-ാമത്തെ അധ്യായത്തിൽ എൻഡ് ഓഫ് ദ ട്രിബുലേഷൻ, മഹാഉദ്രവം അവസാനിക്കുന്നു. ദൈവരാജ്യത്തെ പറ്റി നമ്മൾ കാണുന്നു. 20-ാമത്തെ വാക്യത്തിൽ മിലേനിയൽ കിങ്ഡം, 1000 വർഷം സഹസ്രാബ്ദ വാഴ്ച നമുക്ക് കാണാൻ കഴിയും. 21-ഉം 22-ഉം സാത്താനെ ചങ്ങലക്കിടുന്നു. അതിനുശേഷം നമ്മൾ കാണുന്നത് പുതിയ ആകാശവും പുതിയ ഭൂമിയും. ഒത്തിരി സന്തോഷം വരാം. ഇത് വായിക്കുമ്പം നമുക്ക് ഭയങ്കര സന്തോഷമായി എന്താ സംഭവിക്കാൻ പോകുന്നത്. പക്ഷെ ഇത് വായിക്കുന്ന ആർക്കും ഇഷ്ടമല്ല, ശത്രുവിന് ഇഷ്ടമല്ല. കാര്യം ശത്രുവിനെ ചങ്ങലക്കിടുന്ന ഭാഗമായതുകൊണ്ട് ഡെവിളിനത് ഇഷ്ടമല്ല. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം? ഈ വാക്കും വായിക്കും. നമ്മൾ ആദ്യമത്തെ ഇത് വായിക്കുന്നവരും വായിച്ച് കേൾപ്പിക്കുന്നവരും ഇത് പ്രമാണിക്കുന്നവനും അനുഗ്രഹപ്പെട്ടിരിക്കും എന്ന് നമ്മൾ കേട്ടല്ലോ. 4-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യത്തിൽ അനന്തരം, അവിടെ ഒരു വാക്ക് പറഞ്ഞ തുടങ്ങുന്നത് അനന്തരം. ആ അനന്തരം എന്ന ഹിയർ ആഫ്റ്റർ, ഇംഗ്ലീഷിലൊന്ന് വായിച്ച മോളെ ഐറിസ്, ആഫ്റ്റർ ദിസ്, അനന്തരം. ആ അനന്തരം എന്നുള്ള വാക്ക് ഗ്രീക്ക് പദത്തിൽ നിന്നാണ് ഈ അനന്തരം എന്നുള്ള പദം വന്നത്. ആഫ്റ്റർ ദിസ്. എന്താണ് ആഫ്റ്റർ ദിസ്? നമ്മുടെ 3 വരെ പഠിച്ചത് എന്താ? ഈ പ്രസന്റ് നടക്കുന്ന സഭയിൽ നിന്ന് അനന്തരം എന്താ നടക്കാൻ പോകുന്നതെന്ന് തിരുവെഴുത്തിൽ കൂടെ അല്ലെങ്കിൽ യോഹന്നാന് യേശു ക്രിസ്തു വെളിപ്പെടുത്തി കൊടുക്കുക. അപ്പം അനന്തരം പിന്നെന്താ അവിടെ കിടക്കുന്ന? അനന്തരം സ്വർഗത്തിലെ ഒരു വാതിൽ തുറന്നിരിക്കുന്നു. ആര് വായിച്ചോ? See a door standing open in the heaven. നമുക്കറിയാം ബിഹോൾഡ്, അതായത് എബ്രായ ഭാഷയിൽ ബിഹോൾഡ് എന്ന് പറയുന്ന പദം ഏതെന്നറിയാം? ഹിന്നെ. ഓക്കെ, നമ്മൾ ചില സീരിയസ് കാര്യം പറയുമ്പോൾ ശ്രദ്ധിച്ചു കേൾക്കണം. സോ എഴുത്തുകാരൻ പറയുന്ന ഹിന്നെ എന്ന പദം വരുമ്പോൾ എന്തോ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം പറയാം. ഓക്കെ, സോ ഹിന്നെ, അതിന് ഇംഗ്ലീഷിൽ അതിന്റെ ട്രാൻസ്ലേഷൻ അതിന് ഗ്രീക്കിൽ വരുമ്പോൾ അതും അവിടെ ഗ്രീക്കിൽ പറയുമ്പോൾ ബിഹോൾഡ് എന്ന് പറയും. സംതിങ് ഇമ്പോർട്ടന്റ് എന്തോ അവിടെ പറയാനുണ്ട്. എന്താ അവിടെ ഇമ്പോർട്ടന്റ് പറയുന്നത്? ഒരു വാതിൽ തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു. അപ്പം നമുക്കിത് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. ഒരു വാതിൽ തുറന്നിരിക്കുന്നു. എവിടെയാ? സ്വർഗത്തിൽ ഒരു വാതിൽ തുറന്നിരിക്കുന്നു. നമ്മൾ ഇങ്ങനെ പറയാറുണ്ട്, നമ്മുടെ ഹൃദയം തുറന്നാൽ സ്വർഗത്തിൽ വാതിൽ തുറക്കും. ഭാവികളായിരുന്ന നമ്മുടെ ഹൃദയം യേശുവിന് വേണ്ടി തുറന്നു കൊടുത്താൽ, ഇതാ യേശു ക്രിസ്തുവിന്റെ വെളിപ്പാട് വായിക്കുമ്പോൾ, ഞാൻ നിന്റെ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു, ആരെങ്കിലും എന്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവനോടും അവൻ എന്നോടും എന്ത് കഴിക്കും? ഡിന്നർ, അത്താഴം കഴിക്കും. ഓക്കെ, എന്ന് പറഞ്ഞാൽ ഒരു ഫെലോഷിപ്പ്. അങ്ങനെ നിന്റെ ഹൃദയത്തിന്റെ വാതിൽ ദൈവത്തിന് തുറന്നു കൊടുത്താൽ ദൈവം എന്ത് ചെയ്യും? സ്വർഗത്തിന്റെ വാതിൽ തുറന്നു തരും. There is a condition. നീ ഹൃദയത്തിന്റെ വാതിൽ തുറന്നു കൊടുത്താൽ, നിങ്ങൾ പണ്ട് ഒരു ട്രാക്ട് എന്നെ ഒത്തിരി ചിന്തിപ്പിച്ച, ഒത്തിരി നമ്മളെല്ലാവർക്കും അറിയാവുന്ന ഒരു ട്രാക്റ്റാ തമ്പിയുടെ ഹൃദയം, അല്ലേ? തമ്പിയുടെ ഹൃദയത്തിൽ എന്തൊക്കെ ഐറിസ് കണ്ടിട്ടുണ്ടോ? തമ്പീസ് ഹാർട്ട് എന്ന് പറഞ്ഞൊരു ട്രാക്ട്
കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും കാണിച്ചു തരാം. വളരെ എന്ന് പറഞ്ഞാൽ നമ്മുടെ പണ്ട് മുതൽ എല്ലാവർക്കും അറിയാം തമ്പിയുടെ ഹൃദയത്തിൽ എന്തുണ്ടെന്ന് അറിയാമോ? അതിനകത്ത് സ്നേക്സ്, പിന്നെ സ്കോർപ്പിയോ, അങ്ങനെ ഇല്ലാത്ത ജന്തുക്കളെല്ലാം ഉണ്ട്. പക്ഷേ യേശുവിന് വേണ്ടി ഈ തമ്പി ഹൃദയം തുറന്നു കൊടുക്കുമ്പോൾ, ഹാർട്ട് തുറന്നു കൊടുക്കുമ്പം ഇതെല്ലാം മാറി യേശുവിന്റെ പ്രകാശം വരുന്നുള്ളൊരു പടം വെച്ചിട്ടാണ് ആ തമ്പിയുടെ ഹൃദയം എന്നുള്ളൊരു ട്രാക്ട് എഴുതിയത്. ഇതുപോലെ നിന്റെ ഹൃദയം യേശുവിന് തുറന്നു കൊടുക്കുമ്പോൾ എന്ത് ചെയ്യും? പഴയതായ മനുഷ്യൻ ഇറങ്ങിപ്പോകും. കഴിഞ്ഞ ദിവസം ഞാൻ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ക്ലാസ് എടുക്കുമ്പോൾ ഇങ്ങനെ പറഞ്ഞ് പലപ്പോഴും ഞാനിങ്ങനെ ഓരോരുത്തരെയും പരിചയപ്പെട്ടു. അപ്പം പരിചയപ്പെട്ട കൂട്ടത്തിൽ കാജൽ എന്ന് പറഞ്ഞൊരു കൊച്ച്. ഓക്കെ, ആ കുഞ്ഞ് വന്നിരിക്കുന്നത് ഹരിയാന. ഓക്കെ, അപ്പം അവളുടെ പ്രശ്നം എന്താണെന്ന് അറിയാമോ? കാജൽ വന്ന് പറയുന്ന, സാറേ എന്റെ പ്രശ്നം, എനിക്ക് പെട്ടെന്ന് ഗുസ്സ വരും. ഞാൻ പറയുന്ന ടേംസ് കറക്റ്റ് ആണ്, ഹിന്ദി ഗുസ്സ. ഓക്കെ, എനിക്ക് പെട്ടെന്ന് ദേഷ്യം വരും. എനിക്കറിയത്തില്ല, ദേഷ്യം വന്നാൽ എന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല, ഞാൻ വിറയ്ക്കും. അപ്പോൾ എനിക്കത് ഭയങ്കര, അത് കഴിഞ്ഞാൽ ഞാൻ എന്തൊക്കെയാ പറയുന്നേ, എന്തൊക്കെയാ ചെയ്യുന്നതെന്ന് അറിയത്തില്ല. അത് കഴിഞ്ഞ ശേഷം എനിക്ക് ഭയങ്കര സങ്കടം, എനിക്ക് സമാധാനമില്ല, എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാ ഈ യേശുവിനെ പറ്റി കേട്ടത്. ഇവരുടെ കൂട്ടുകാരി പറഞ്ഞു, ഞങ്ങളുടെ അവിടെ ഒരു ബൈബിൾ സ്റ്റഡി ഉണ്ട്, നീ വരണേ എന്ന് പറഞ്ഞു. ഇവൾ അന്ന് ആ ചർച്ചിൽ പോയി അറ്റൻഡ് ചെയ്തു. ഒരു വലിയ സമാധാനം ആ കുഞ്ഞിന്റെ മേൽ ദൈവം പകർന്നു. നിങ്ങൾക്കറിയാമോ, അന്ന് അവളൊരു തീരുമാനമെടുത്തു, ഇനി ഞാൻ ചർച്ചിലല്ല, ഞാൻ എന്റെ ബൈബിൾ കോളേജിൽ പോയി എന്റെ ജീവിതം ഞാൻ യേശുവിന് വേണ്ടി കൊടുക്കും. ഞാൻ ഇന്ന് അവിടെ പോയപ്പോൾ ഏകദേശം 140 കുഞ്ഞുങ്ങളുണ്ട്. എല്ലാം അവിടുന്ന് ഇവിടുന്നൊക്കെ വന്നവരാ. യേശുവിനെ സമാധാനം കിട്ടിയവരും രോഗസൗഖ്യം കിട്ടും. വേറൊരു കുഞ്ഞിന്റെ അടുത്ത് വരും, അവന്റെ പേര് ഭവാനി എന്ന പേര്. ഭവാനി, എന്താ വന്നേ, നീ എന്താ വന്നേന്ന് ചോദിച്ചപ്പോ, എന്റെ കുടുംബത്തിൽ സാത്താന്റെ ബാധയാ. ഞങ്ങൾ ഡോക്ടർമാരോട് കാണിച്ചു, മന്ത്രവാദികളോട് കാണിച്ചു, ഇതൊന്നും നടക്കുന്നില്ല. പക്ഷേ ഏറ്റവും അവസാനം ഒരു പാവപ്പെട്ട പാസ്റ്റർ വന്ന് വീട്ടിൽ വന്ന് പ്രാർത്ഥിച്ചു. അതിൽ പിന്നെ ഈ ബാധ ഞങ്ങളുടെ വീട്ടിൽ വന്നിട്ടില്ല. സോ ഇന്നും അത്ഭുതങ്ങൾ നടന്നുകൊണ്ടിരിക്കുക, സഭ വളർന്നുകൊണ്ടിരിക്കുക, അടയാളങ്ങൾ നടന്നുകൊണ്ടിരിക്കുക. അപ്പം ഇവിടെ പറയാ, ഹൃദയം യേശുവിന് വേണ്ടി തുറന്നു കൊടുത്താൽ സ്വർഗം ദൈവം നമുക്ക് വേണ്ടി തുറന്നു തരും. അതുകൊണ്ടാണ് നമ്മൾ വായിക്കുന്നത്, പുത്രനിൽ കൂടെ മാത്രമേ ഉള്ളൂ രക്ഷ, പുത്രനിലല്ലാതെ നമുക്കൊരു രക്ഷയില്ല. അപ്പൊ ആദ്യത്തെ ഭാഗത്തിൽ ഇങ്ങനെ കിടക്കുന്നത്, തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു. അടുത്ത ഭാഗം ഇങ്ങനെ കിടക്കുന്നത്, ഒന്ന് വായിച്ചിട്ട് അതിന്റെ താഴോട്ട്. ഇവിടെ കയറി വരിക. അപ്പൊ നിങ്ങൾക്കറിയാമോ, ഇവിടെ കയറി വരുക എന്നുള്ള പദം നമ്മൾ ഒരുപക്ഷെ കേട്ടിട്ടുള്ള, ഈ തിയോളജി പഠിക്കുമ്പോൾ അതിനകത്ത് റാപ്ചർ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഉൾപ്രാവണം എന്നുള്ള പദം. ഞാനൊരു ചോദ്യം നിങ്ങളോട് ചോദിക്കും, ഞാൻ കൂടെ ഓരോ ചോദ്യം ചോദിക്കും, അതിന്റെ ഉത്തരങ്ങളൊന്നും എനിക്ക് കിട്ടുന്നില്ല. റാപ്ചർ എന്ന പദം ബൈബിളിൽ ഉണ്ടോ എന്ന ഒരു ചോദ്യം. നിങ്ങൾ ഉൾപ്രാവണം, ഓക്കെ, നിങ്ങൾ സൺഡേ സ്കൂൾ പഠിച്ചപ്പോഴൊക്കെ ഇത് പഠിക്കാൻ, നമ്മുടെ IPCയുടെ സൺഡേ സ്കൂൾ വളരെ മനോഹരമായ സൺഡേ സ്കൂളാ. നമ്മൾ സീനിയർ ക്ലാസ് വരെ പഠിച്ചാൽ ഒരു BTHന്റെ സർട്ടിഫിക്കറ്റ് നമുക്ക് കിട്ടാൻ പറ്റുന്ന പ്രാപ്തിയുള്ള ഒരു സർട്ടിഫിക്കറ്റാണ്. അപ്പം റാപ്ചർ എന്ന പദം തിരുവെഴുത്തിലുണ്ടോ ഇല്ലയോ? നിങ്ങൾ ഇന്ന് തപ്പണ്ട, നാളെ തപ്പിയാൽ മതി. ഓക്കെ, അതിനകത്ത് ചില ഉത്തരങ്ങൾ വന്നു ഇല്ല എന്ന്. ഓക്കെ, നമ്മൾ ഉൾപ്രാവണം എന്ന പദം നമ്മൾ NKJVയിലോ KJVയിലോ NSBയിലോ NIVയിലോ മലയാളം ബൈബിളിലോ നോക്കിയ ഒരുപക്ഷെ കാണത്തില്ല. പക്ഷേ നമ്മൾ അറിയാമോ, ഇവിടെ കയറി വരുവാന്നുള്ളൊരു പദം നമുക്ക് ഇവിടെ നമ്മൾ വായിച്ച ഭാഗത്തിൽ, ഞാൻ ഇവിടെ വായിച്ച്, നമ്മൾ ആ വായിച്ച ഭാഗമൊന്നും ഇവിടെ കയറി, ഒന്നാമത്തെ വാക്യത്തിന്റെ അവസാന ഭാഗം, ഇവിടെ കയറി വരിക എന്നുള്ളൊരു പദം. അപ്പൊ റാപ്ചർ. അപ്പം നമ്മൾ ഇതിന്റെ കറക്റ്റ് വേർഡ് നമ്മുടെ ബൈബിൾ പദത്തിൽ ഇല്ലേലും ഇതിന്റെ അർത്ഥമാകുന്ന വാക്കുകൾ നമ്മുടെ പദത്തിൽ ബൈബിളിലുണ്ട്. കാര്യം നമുക്കറിയാം, 1 തെസ്സലോനിക്യ ലേഖനം 4-ാം അധ്യായം 16-ാം വാക്യം. 1 Thessalonians chapter 4 verse number 16 and 17. Iris, you got? Okay, 1 Thessalonians chapter 4. കർത്താവ് താൻ ഗംഭീര നാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടി അപ്പൊ ശ്രദ്ധിച്ചോ, വളരെ ക്ലിയർ ആയിട്ടാ, ക്രിസ്തുവിൽ
മരിച്ചവർ. അപ്പൊ ഓർത്തോണം, നമ്മൾ മരിക്കുമ്പോൾ എപ്പോഴും ക്രിസ്തുവിലായിരിക്കണം, എന്നാൽ മുൻപേ ഉയർത്തെഴുന്നേൽക്കുകയും പിന്നെ ജീവനോട് ശേഷിക്കുന്ന നാം ആകാശത്തിൽ മേഘങ്ങളിൽ എടുക്കപ്പെടും. അതിന്റെ പേരാണ് നമ്മൾ വായിച്ച റാപ്ചർ അല്ലെങ്കിൽ ഉൽപ്രാവണം. അപ്പം നിങ്ങൾക്കറിയാമോ, അപ്പം ഈ ഉൽപ്രാവണം എന്ന ഗ്രീക്ക് പദം ഹർപഗിമറ്റോസ് എന്നുള്ള പദത്തിൽ നിന്നാണ് വന്നത്. അപ്പം റാപ്റ്റൂസ് എന്ന ലാറ്റിൻ പദത്തിൽ നിന്നാണ് ഇത് എടുത്തേക്കുന്ന റാപ്ചർ എന്ന പദം. അപ്പം നമുക്ക് റാപ്ചർ ഇല്ലേലും ഹർപഗിയോസ് എന്ന പദം നമുക്ക് ഗ്രീക്കിലുണ്ട്. അതിന്റെ അർത്ഥം ഇവിടെ കയറി വരിക. ഇവിടെ കയറി വരിക എന്നുള്ള ആ പദം നമ്മൾ വായിക്കുമ്പോൾ ഓർത്തോണം, ഇതിനു മുമ്പ് എന്ത് സംഭവിക്കും നമുക്കറിയാം. രണ്ട് വെളിപ്പാട് പുസ്തകം വായിക്കുമ്പോൾ രണ്ട് ആർഗ്യുമെന്റ് ഉണ്ട്. നമ്മുടെ നാട്ടിലുള്ള വീഡിയോ ഒക്കെ കണ്ടു കഴിഞ്ഞാൽ, ഓൺലൈനും ഫേസ്ബുക്കിലൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് രണ്ട് കാര്യങ്ങൾ കാണാം. ഒന്ന് യേശു ക്രിസ്തുവിന്റെ റാപ്ചർ നടക്കുന്നത് എന്താ നടക്കുന്നതെന്ന് അറിയാം, പ്രീ ട്രിബുലേഷൻ. അതായത് എന്താ പ്രീ ട്രിബുലേഷൻ വ്യൂ എന്ന് പറഞ്ഞാൽ റാപ്ചർ വിൽ ഹാപ്പൻ ബിഫോർ 7 years എന്ന് പറഞ്ഞാൽ മഹാഉപദ്രവത്തിന് മുമ്പ് സഭ എടുക്കപ്പെടും. അത് നമ്മൾ നേരത്തെ വായിച്ചപ്പോഴും അത് പറഞ്ഞു. പക്ഷെ വേറൊരു കാര്യം പറയുന്നുണ്ട്, പോസ്റ്റ് ട്രിബുലേഷൻ എന്ന് പറഞ്ഞാൽ ഈ മഹോപദ്രവം കഴിഞ്ഞിട്ടേ സഭ എടുക്കപ്പെടൂ. നമുക്കറിയാം, ഇന്നത്തെ ഓൺലൈൻ ചാനലുകളൊക്കെ നോക്കിയാൽ രണ്ട് ടീമും ഭയങ്കര ശക്തമായി വാദിച്ചുകൊണ്ടിരിക്കുക, ഇല്ല മഹോപദ്രവത്തിന് മുമ്പ് സഭ എടുക്കപ്പെടൂ എന്ന് പറയുന്ന പ്രീ ട്രിബുലേഷൻ, ഇല്ല അതിന് ശേഷമേ സഭ എടുക്കപ്പെടൂ എന്നുള്ള പോസ്റ്റ് ട്രിബുലേഷൻ. രണ്ട് കാര്യങ്ങളും വെച്ച് ആർഗ്യൂ ചെയ്യുന്നത് വചനം വെച്ചിട്ടാണ്. അത് ഇന്നും ആ ആർഗ്യുമെന്റ് നടന്നുകൊണ്ടിരിക്കുക. പക്ഷെ ഞാൻ ഇവിടെ പറയാൻ താല്പര്യപ്പെടുന്നത് പ്രീ ആയാലും പോസ്റ്റ് ആയാലും എന്റെ തമ്പുരാൻ വരും. നമ്മൾ റെഡി ആയാൽ മാത്രമേ. ഞാൻ ഹെബ്രോൻ IPCയിലെ വിശ്വാസിയാന്ന് പറഞ്ഞാൽ ഐറിസിനെ അങ്ങോട്ട് കയറ്റത്തില്ല. രക്ഷിക്കപ്പെട്ട് മാനസാന്തരപ്പെട്ട് സ്നാനപ്പെട്ടാൽ മാത്രമേ അങ്ങോട്ട് കയറ്റൂ. അപ്പം അതുകൊണ്ട് ദൈവത്തിന്റെ പൈതലാകണം. ഹൃദയം കൊണ്ട് വിശ്വസിക്കുക, വായ് കൊണ്ട് ഏറ്റുപറയുക. യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചാൽ ദൈവം എന്ത് ചെയ്യും? സ്വർഗം തുറന്നു തരും. ഓക്കെ, അല്ലാതെ ഞാൻ പാസ്റ്ററിന്റെ മോളാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിന്ന് പോരാനേ പറ്റൂ. ഓക്കെ, ഐറിസ് ഈസ് ലാഫിങ്. ഓക്കെ, എനിക്കറിയാം കൊച്ചിന് എന്നേ സ്നാനപ്പെടാൻ താല്പര്യമായിട്ട് എൻ്റെ അടുത്ത് വന്ന ഞാനാ പറഞ്ഞ കുറച്ചുകൂടെ പ്രാർത്ഥിച്ച് വചനത്തിൽ തിട്ടപ്പെടാൻ. ഓക്കെ, അപ്പൊ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് പ്രീ ട്രിബുലേഷൻ, പോസ്റ്റ് ട്രിബുലേഷൻ. അപ്പം ആ കാര്യങ്ങളൊക്കെ നമുക്ക് ഇപ്പോഴും അതിന്റെ വാദഗതികളൊക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോഴും നമ്മൾ അതിന്റെ രണ്ടാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ട് 4-ാം അധ്യായം അതിന്റെ 2-ാമത്തെ വാക്യം. ഒന്ന് മലയാളത്തിൽ വായിക്കാമോ? സ്വർഗത്തിൽ ഒരു സിംഹാസനം വെച്ചിരിക്കുന്നു. ഒന്നുകൂടി വായിച്ചായിട്ട് വെച്ചിരിക്കുന്നു. ത്രോൺ, അവിടെ നമുക്ക് അതിന്റെ പ്രൊമിനൻസ് ഓഫ് ദ ത്രോൺ, ഒരു സ്വർഗത്തിൽ ഇവിടെ പറയാ ഒരു സിംഹാസനം ഫിക്സ് ചെയ്തിരിക്കുന്നു. നമുക്കറിയാം ഇതിന്റെ കോണ്ടെക്സ്റ്റ് അറിയാലോ. ഇത് ഏത് രീതിയിലാ എഴുതിയേക്കുന്നത്. അപ്പം സിംഹാസനമെല്ലാം ഇളകിക്കൊണ്ടിരിക്കുക. അവര് വിചാരിച്ച സിംഹാസനങ്ങളെല്ലാം മാറി മാറി. ഹിസ്റ്ററി പഠിക്കുമ്പോൾ ഇന്നത് മാറത്തില്ലെന്ന് പറയുന്ന സിംഹാസനത്തിന്റെ അതോറിറ്റികളെല്ലാം മാറി 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 വന്നു. അവൻ ആരാ ഭരിക്കുന്നതെന്ന് നമ്മൾ ബാബിലോണിയൻ വന്നിട്ട് പറയും ഞങ്ങളാ ഭരിക്കുന്നത്. ബാബിലോണിയൻ അസീറിയൻ വന്നു, അസീറിയൻ ഭരിച്ചു. അതിനുശേഷം അസീറിയൻ മാറി, ബാബിലോൺ വന്നു, ബാബിലോൺ ഭരിച്ചു. അതിനുശേഷം പിന്നെ ആരാ വന്ന? പേർഷ്യൻ വന്നു, പേർഷ്യൻ കിങ് വന്നു. പേർഷ്യന്റെ സമയത്താണ് കോരേഷ് ദേവാലയം പണിയാൻ കൊടുത്ത്. അങ്ങനെ രാജാക്കന്മാർ മാറി 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 വന്നു. അപ്പൊ ഇവിടെ ഇളകാത്ത ഒരു സിംഹാസനം, ഫിക്സ് ചെയ്തതായ ഒരു സിംഹാസനം നമുക്ക് കാണാൻ കഴിയും. അപ്പം സിംഹാസനത്തിൽ ഒരാൾ ഇരിക്കുന്നു. അവിടെ കാണാൻ കഴിയും ദ പേഴ്സൺ ഓൺ ദ ത്രോൺ. അത് ആരാണെന്ന് അറിയാമോ? വാക്കും ഭാഷണവും കൂടാതെ നമുക്ക് വിളിച്ചു പറയാം, അത് യേശു ക്രിസ്തു. ആ ഭാഗത്തോടൊന്ന് വായിച്ചാട്ട് അപ്പൊ ഇവിടെ ഒന്നിനോട് താരതമ്യം ചെയ്യുക. അവന് യോഹന്നാൻ അറിയാവുന്ന ഏറ്റവും നല്ല ഭംഗിയുള്ള സാധനത്തിനോട് യേശു ക്രിസ്തുവിനെ കമ്പയർ ചെയ്യുക. കാഴ്ചയിൽ അവൻ സൂര്യകാന്തത്തോടും പച്ചവില്ല്. നമുക്കറിയാം പച്ചവില്ലെന്ന് പറഞ്ഞാല് വില്ലിനെ എവിടെ കാണുന്ന? ആദ്യമേ ബൈബിൾ, ഫസ്റ്റ് ഇൻ ദ ബൈബിൾ വില്ല്, മഴവില്ല്. ഓക്കെ, അത് എവിടെയാ?
ആഫ്റ്റർ ദ ഫ്ലഡ്. ഓക്കെ, ആഫ്റ്റർ ദ ഫ്ലഡ് നമുക്കറിയാം, നമ്മൾ ആ ഫ്ലഡ് കഴിഞ്ഞിട്ട് അവർ ആകാശത്തിലോട്ട് നോക്കുമ്പോൾ എന്താ അവിടെ കാര്യം? ദൈവത്തിന്റെ വിശ്വസ്തതയെ പറ്റിയുള്ള മഴവിൽ. ഇവിടെ കാണുന്ന പച്ച വില്ലെന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ ദയയെ കാണിക്കുക, ദൈവത്തിന്റെ ഗ്രേസിനെ കാണിക്കുക. ദ ത്രോൺ ഓഫ് ഗ്രേസ്. അവിടെ ഇങ്ങനെ പറയും, റെയിൻബോ ഈസ് എ സൈൻ ഓഫ് ഗ്രേസ്. ആ ഗ്രേസിനെ കാണിക്കുക. ദൈവത്തിന്റെ കരുണ മുഖാന്തരമാണ് നമ്മൾ ഇവിടെ പ്രവേശിക്കുന്നത് എന്നുള്ള കാര്യം പറയുക. അതിന്റെ നാലാമത്തെ വാക്യോട് വായിച്ചിട്ട് ഞാൻ ആ പൊൻകിരീടത്തിലോട്ട് വരുന്നതിന് മുമ്പ് 24 മൂപ്പന്മാരുടെ കാര്യത്തോടെ പറയാം. ഓക്കെ, നമുക്കറിയാം, പലരും പറയുന്നുണ്ട് ഈ 24 മൂപ്പന്മാർ, പല ടീച്ചിങ്സ് പറയുന്നുണ്ട്. ചിലർ പറയുന്നുണ്ട് നമുക്ക് 24 എന്താ കണക്ട് ചെയ്യാൻ പറ്റും? പഴയ നിയമത്തിൽ 12 ഗോത്രം. ഓക്കെ, പുതിയ നിയമത്തിൽ വരുമ്പോൾ 12 എന്ന് പറഞ്ഞ പദം ബൈബിളിൽ ഒത്തിരി എടുത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഓക്കെ, അപ്പം വളരെ നല്ലൊരു പദമാണ്, അല്ലെങ്കിൽ അക്കം. ഓക്കെ, 12 ട്രൈബ്. എന്നിട്ട് മുന്നോട്ട് വരുമ്പോൾ, പുതിയ നിയമത്തിൽ വരുമ്പോൾ 12 ശിഷ്യന്മാർ. ഒരു പക്ഷേ ഇത് രണ്ട് പഴയ നിയമവും പുതിയ നിയമവും ചേർന്ന് വെച്ചിട്ടുള്ള 24 മൂപ്പന്മാരാന്ന് പറയുന്നുണ്ട്. പക്ഷേ നമ്മൾ ആ ഹിസ്റ്റോറിക്കൽ കോണ്ടെക്സ്റ്റ് പഠിച്ചാൽ ഒരു പക്ഷെ നമുക്ക് കാണാൻ കഴിയും, റോമയിലുള്ള അന്നത്തെ കാലത്ത് പഠിക്കുമ്പോൾ 24 റീജിയണൽ ഓഫീസേഴ്സ് ഉണ്ട്. 24 റീജിയണൽ ഓഫീസേഴ്സ് എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഓരോ റിലീജിയനും 24 റിലീജിയൻ ഓഫീസിന്റെ 24 പ്രീസ്റ്റ് ഉണ്ട്. 24 പ്രീസ്റ്റും ആരെ വണങ്ങണമെന്നറിയാമോ? സീസറിനെ വണങ്ങും. സീസറാ ദൈവം എന്ന് പറഞ്ഞ് സീസറിനെ വണങ്ങും. അപ്പം സീസർ എന്നും ഈ രാജാവായി ഇരിക്കുമെന്നുള്ളൊരു നിലവാരത്തിൽ സീസറിനെ, അല്ലെങ്കിൽ ഈ സീസറിനെ വണങ്ങിപ്പോരുന്നു. അപ്പൊ 24 ഇതിനെ കണക്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്നറിയാമോ? 24 മൂപ്പന്മാരെങ്ങനെയാ? വെള്ളയുടുപ്പ് ധരിച്ച്, മാറത്ത് പൊൻകച്ച കെട്ടി, അതുപോലെ സ്വർണ്ണ കിരീടം ധരിച്ചിരിക്കുന്ന 24 മൂപ്പന്മാർ ആരെ വണങ്ങണം? ഈ സീസറിനെ വണങ്ങണം. അങ്ങനെയാ അന്നത്തെ ഹിസ്റ്റോറിക്കൽ കോണ്ടെക്സ്റ്റ്. സോ അങ്ങനെ ഇരിക്കുമ്പം യോഹന്നാൻ അവിടെ പറയുക, ഇങ്ങനെ ഒരു പഠിപ്പിൽ ഇങ്ങനെ പറയാം. യോഹന്നാൻ പറയുന്നത് ഈ 24 മൂപ്പന്മാരും സീസറിന്റെ മുമ്പിലല്ല തലയിലുള്ള കിരീടം വണക്കേണ്ടത്, മറിച്ച് കുഞ്ഞാടിന്റെ മുമ്പിലാണ് അവരുടെ ശ്രേഷ്ഠതകൾ താഴ്ത്തിവെച്ച് ദൈവത്തെ ആരാധിക്കേണ്ടതെന്ന് പറഞ്ഞു കൊടുക്കുന്ന ഭാഗമാ നമ്മൾ ഇപ്പോൾ വായിച്ച് 24 പേർ. അപ്പം ഞാൻ അതിന്റെ ആ ഒരു കിരീടം കൂടെ ഒന്ന് ടച്ച് ചെയ്തിട്ട് ഇന്നത്തെ ബൈബിൾ സ്റ്റഡി ഇവിടെ നിർത്താൻ താല്പര്യപ്പെടുന്നു. നമുക്കറിയാം, ഇവിടെ നമ്മൾ വായിക്കുമ്പോൾ എത്ര തരത്തിലുള്ള ക്രൗൺ ഉണ്ടെന്ന് നമ്മളൊന്ന് വായിക്കാം. അതിന്റെ ഒന്നാമത്തെ ക്രൗൺ എന്ന് വായിക്കാം, ദ ക്രൗൺ ഓഫ് റൈറ്റസ്നെസ്. ഇവിടെ പറയാ സ്വർണ്ണ കിരീടം അവിടെ കൊടുക്കുമെന്ന്. ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ ഫസ്റ്റ് ഒന്ന് കൊണ്ടുവരിക. തീമോത്തിയോസിന്റെ ലേഖനം, 2 തീമോത്തിയോസിന്റെ ലേഖനം 4-ാം അധ്യായം അതിന്റെ 8-ാമത്തെ വാക്യം. 2 തീമോത്തിയോസ് 4-ാം അധ്യായം അതിന്റെ 8-ാമത്തെ വാക്യം. ഇവിടെ പറയുക നീതിയുടെ കിരീടം. അപ്പം the crown of righteousness. ഇനി നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു. അത് നീതിയുള്ള ന്യായാധിപതിയായ കർത്താവ് ആ ദിവസത്തിൽ എനിക്ക് നൽകും. അതായത് ദൈവത്തെ കാത്തിരിക്കുന്നവർക്ക്. ഓക്കെ, ഇപ്പൊ എത്ര തരത്തിലുള്ള കിരീടം ഉണ്ടെന്ന് ഞാൻ പറയും. ഇപ്പൊ ഇവിടെ കാണിക്കുന്നത് യേശുവിനെ കാത്തിരിക്കുന്നവർക്ക് ഒരു കിരീടം കൊടുക്കും. അതായത് നമുക്കുള്ള കിരീടമാ. ഇന്ന് ഈ രാത്രികാലം യേശുവിന്റെ വരവിന് വേണ്ടി കാത്തിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ യേശു വരുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യുമെന്നറിയാമോ? നീതിയുടെ കിരീടം വരും. എനിക്ക് പണ്ട് ഓർമ്മയുണ്ട്, ഐറിസിന്റെ കൊച്ചിലെ ഈ ബർഗർ കിങ്ങിന് ചെന്നപ്പം അവരൊരു ഒരു തലയിൽ ഒരു കിരീടം പോലൊക്കെ വെച്ചു കൊടുത്തപ്പോൾ ഇദ്ദേഹത്തിന് ബർഗർ വേണ്ട, ഈ കിരീടം മതി. 2 ദിവസം കഴിഞ്ഞ് കീറിപ്പോയപ്പോഴാണ് മനസ്സിലായേ, അയ്യോ ഞാൻ ബർഗർ കഴിച്ചില്ലല്ലോ എന്ന്. അപ്പം ആ കിരീടമൊക്കെ കീറിപ്പോകും. പക്ഷേ ഇവിടെ പറയാ, യേശുവിനെ കാത്തിരിക്കുന്നവർക്ക് ഏത് കിരീടം കൊടുക്കുമെന്നറിയാമോ? നീതിയുടെ കിരീടം. അപ്പം നീതിയുടെ കിരീടം ആർക്കാ കൊടുക്കുന്നത്? ദൈവത്തിന് വേണ്ടി കാത്തിരിക്കുന്നു. വായിച്ചാട്ട് ആ ഭാഗം നമ്മൾ വായിച്ചത് 4:8. ആ ദിവസത്തിൽ എനിക്ക് നൽകും. അവന്റെ പ്രത്യക്ഷതയിൽ യേശു വരാൻ ഇഷ്ടമുണ്ടോ?
ഓക്കെ, യേശുവിനെ കാണാൻ ഇഷ്ടമുണ്ടോ? ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഞങ്ങളുടെ ചർച്ചില് ആശീർവാദം പറയും. അപ്പം ആശീർവാദം പറയുമ്പോൾ ആമേൻ കർത്താവായ യേശുവേ വേഗം വരണം. ഇന്ന് അദ്ദേഹം PIP ഒക്കെ നല്ല മേളിൽ നിൽക്കുന്ന ഒരാളാണ്. പക്ഷെ അവൻ അന്ന് മുമ്പ് ഇന്ന് വിളിച്ചു പറയുന്നത് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. യേശുപ്പച്ച എളുപ്പം വരില്ലേ, എന്റെ കല്യാണം കഴിഞ്ഞിട്ടേ വരാവേ എന്ന് വിളിച്ചു പറയുന്നത് എനിക്ക് ഇന്ന് ഓർമ്മയുണ്ട്. ഇപ്പൊ ആള് വലിയതൊക്കെ ആയി കേട്ടോ, എന്നാലും എനിക്ക് അവനെ കാണുമ്പോൾ അത് ഓർമ്മ വരും. അപ്പം സ്തോത്രം. അപ്പം യേശുവിനെ പ്രതീക്ഷിച്ചിരിക്കുന്നവർക്ക് കൊടുക്കുന്ന ഒരു കിരീടം, അതായത് നമ്മൾക്കെല്ലാം കിട്ടുന്ന ഒരു കിരീടം. രണ്ടാമത്തെ കിരീടം ദ ക്രൗൺ ഓഫ് ലൈഫ്. ജെയിംസ് യാക്കോബിന്റെ ലേഖനം 12-ാമത്തെ വാക്യം വായിച്ചാണ്. 12-ാമത്തെ ജെയിംസ് 1:12. ജെയിംസ് പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അവൻ കൊള്ളാവുന്നവനായി കഴിഞ്ഞ ശേഷം കർത്താവ് തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദത്തം ചെയ്ത ജീവകിരീടം പ്രാപിക്കും. ഇവിടെ അടുത്ത കിരീടം ആർക്കാണെന്നറിയാമോ? കർത്താവിനെ സ്നേഹിക്കുന്നവർക്ക്. അപ്പൊ എത്ര കിരീടം? ഫസ്റ്റ് യേശുക്രിസ്തുവിനെ കാത്തിരിക്കുന്നവർക്ക് അതെനിക്കുള്ളതാ അല്ലേ? അത് നിങ്ങൾ എല്ലാരും പറയണം നിങ്ങൾക്കുള്ളതാണ് അല്ലേ? നമുക്കെല്ലാം ഉള്ളതല്ലേ? രണ്ടാമത്തെ എന്താണെന്ന് യേശുക്രിസ്തുവിനോട് സ്നേഹമുള്ളവരല്ലേ ഇന്ന് ഇവിടെ വന്നിരിക്കുന്നത്? നമ്മുടെ സഭയിലുള്ള എല്ലാവർക്കും യേശുക്രിസ്തുവിനോട് എന്തായാലും സ്നേഹമുള്ളവരാ. അതാ എത്ര ബുദ്ധിമുട്ടുണ്ടെങ്കിലും അവർ ആരാധനയ്ക്ക് വരുന്നത്, പ്രാർത്ഥിക്കാൻ വരുന്നതൊക്കെ ദൈവത്തോടുള്ള സ്നേഹമാണ്. പ്രാർത്ഥിക്കുന്നത്, കരയുന്നതും എല്ലാം ദൈവത്തോടുള്ള സ്നേഹം. അപ്പം യേശുക്രിസ്തുവിനെ സ്നേഹിക്കുന്നവർ, those who love him, അവർക്ക് എന്തുണ്ട്? ഒരു കിരീടമുണ്ട്. അപ്പം നമുക്കിപ്പോ എത്ര കിരീടമായി? ഒന്ന്, ആ യേശുവിനെ കാത്തിരിക്കുന്നവർക്ക്. യേശുവിനെ ഇഷ്ടമുണ്ടോ? യേശു വന്നാ പോവും. ഓക്കെ, യേശു ക്രിസ്തു കാത്തു നിൽക്കുന്നവർക്ക് ഒരു കിരീടം, യേശു ക്രിസ്തുവിനെ സ്നേഹിക്കുന്നവർക്ക് ഒരു കിരീടം. അപ്പം ഇത് ഇവിടുത്തെ ബർഗർ കിങ്ങിന്റെ കിരീടമല്ല, നല്ല സൂപ്പർ ഗോൾഡൻ കിരീടമാണ് അപ്പം നമുക്ക് വെച്ചിരിക്കുന്നത്. ഓക്കെ, സോ അവിടെ ദ ക്രൗൺ ഓഫ് ലൈഫ് അവിടെ കിടക്കാം. വായിച്ചു വിട്ടാ 12-ാമത്തെ വാക്യം വായിച്ചു വിട്ടേനും. അവൻ കൊള്ളാവുന്നവനായി കഴിഞ്ഞ ശേഷം കർത്താവ് തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദത്തം ചെയ്ത ജീവകിരീടം പ്രാപിക്കും. ജീവകിരീടം. സ്നേഹിക്കുന്നവർക്ക് എന്തുണ്ട്? ജീവകിരീടം. അതായത് ഹെബ്രോൻ വിശ്വാസികൾ, ഹെബ്രോൻ ചർച്ചിലെ, ഡൽഹിയിൽ ഹെബ്രോൻ ചർച്ചിലെ എല്ലാ വിശ്വാസികൾക്കും, യേശുവിനെ കാത്തിരിക്കുന്നവർക്കും, യേശുവിനെ സ്നേഹിക്കുന്നവർക്കും ഈ കിരീടമുണ്ട്. മൂന്നാമത്തെ കിരീടം നമുക്ക് വായിക്കാം. അതിന്റെ 1 പത്രോസ് 5-ാം-അധ്യായം 4-ാമത്തെ വാക്യം. 1 പത്രോസ് 5-ാം-അധ്യായം 4. Unfading crown of glory. വായിച്ചാട്ടെ. ഇതേ ശ്രേഷ്ഠൻ പ്രത്യക്ഷനാകുമ്പോൾ നിങ്ങൾ തേജസ്സിന്റെ വാടാത്ത കിരീടം പ്രാപിക്കും. നിങ്ങൾക്കറിയാമോ, ഇവിടെ ഞാൻ ഇടയ ശ്രേഷ്ഠൻ എന്ന് പറഞ്ഞാലും ശുശ്രൂഷയിൽ ചുമതല കൊടുത്ത് നിൽക്കുന്ന എല്ലാവർക്കും ഒരു കിരീടം. എന്താണെന്ന് അറിയാമോ? വാടാത്ത കിരീടം. അവിടെ ഇങ്ങനെ കിടക്കുന്നത് വാടാത്തത്. those who serve him, അവർക്ക് കിട്ടുന്ന കിരീടമാണ് വാടാത്ത കിരീടം. അപ്പം എല്ലാവരും സെർവ് ചെയ്യുന്ന പല രീതിയിലാണ്. ഓക്കെ, ചിലപ്പം നിങ്ങൾ പഠിപ്പിക്കുന്ന സൺഡേ സ്കൂൾ ടീച്ചിങ് ആയിരിക്കും ചെയ്യുന്നത്, ഒരുപക്ഷെ നിങ്ങൾ പഠിക്കുന്ന PYPയുടെ ഉത്തരവാദിത്വമായിരിക്കും ചെയ്യുന്നത്, ഒരുപക്ഷെ നിങ്ങൾ ചർച്ചിന്റെ റെസ്പോൺസിബിലിറ്റി ആയിരിക്കും വഹിക്കുന്നത്. പക്ഷെ ഞാനൊരു കാര്യം പറയട്ടെ, ചർച്ചിന് വേണ്ടി നിൽക്കുന്നവർ, ശുശ്രൂഷയ്ക്ക് വേണ്ടി നിൽക്കുന്നവർ, നിങ്ങൾ ജോലിയോടല്ലാതോ ദൈവനാമത്തിന് ചുമതല കൊടുത്ത് നിൽക്കുന്നവർക്ക് ഒരു കിരീടം എന്റെ ദൈവം വെച്ചിട്ടുണ്ട്. എന്താ കിരീടം? ദ ക്രൗൺ ഓഫ് ഗ്ലോറി. തേജസ്സിന്റെ കിരീടം. നിന്റെ മുഖത്തേക്ക് നോക്കുമ്പം വാടിയ കിരീടമല്ല, വാടാത്ത കിരീടം. നിന്റെ മുഖം കാണുമ്പോൾ അറിയാം നിനക്ക് കിരീടം. അപ്പൊ 3 കിരീടമാണ് ഇപ്പോൾ ഹെബ്രോൻ ചർച്ചിൽ വെച്ചേക്കുന്നത്. നിങ്ങൾ ശുശ്രൂഷയോട് ചേർന്ന് നിന്നാൽ നിങ്ങൾക്ക് വാടാത്ത കിരീടം, ക്രൗൺ ഓഫ് ഗ്ലോറി. അപ്പൊ ഫസ്റ്റ് കിരീടം എന്തായിരുന്നു? ഫസ്റ്റ് കിരീടം നമ്മൾ വായിച്ച ക്രൗൺ ഓഫ് റൈച്ചസ്നെസ്. സെക്കൻഡ് കിരീടം എന്തായിരുന്നു? ക്രൗൺ ഓഫ് ലൈഫ്. തേർഡ് കിരീടം ദ ക്രൗൺ ഓഫ് ഗ്ലോറി. ഓക്കെ, അൺഫെയ്ഡിങ്. വാടാത്ത കിരീടം, ക്രൗൺ ഓഫ് ഗ്ലോറി. അപ്പം അവിടെ എന്താ കാണിക്കുന്നതെന്ന് അറിയാം? തേജസ്സിന്റെ വാടാത്ത കിരീടം. അത് പറയുന്ന കോണ്ടെക്സ്റ്റ് ഒക്കെ അറിയാം. അന്നത്തെ ഒളിമ്പിക്സ് ഉണ്ടായിരുന്നു. ഓക്കെ, ഒളിമ്പിക്സ് ഒക്കെ ഓടി വരുമ്പോൾ അന്നത്തെ കാലത്ത് അവർ ഇല കൊണ്ട് ഒരു കിരീടം വെച്ച് കൊടുക്കും. അതെന്ന് പറഞ്ഞാൽ 2 വെയിൽ കൊള്ളുമ്പോഴത്തേന് അതൊക്കെ വാടിപ്പോകും. പക്ഷേ അവരെ നോക്കിയിട്ട് പറയുക, നീ ഒളിമ്പിക്സിൽ ഓടിയാൽ ഈ കിരീടം കിട്ടൂ, പക്ഷേ ദൈവരാജ്യത്തിന് വേണ്ടി നിന്നാൽ നിനക്ക് വാടാത്ത കിരീടം. എന്ന് പറഞ്ഞാല് നമ്മളിപ്പം കോളേജിൽ സ്പോർട്സിനും കാര്യങ്ങൾക്കൊക്കെ അറ്റൻഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും? ഒരു
മാല ഇട്ട് തരത്തില്ലേ? അത് 2 വർഷം കഴിഞ്ഞാൽ മതി, ആ മാലയുടെ കളർ എല്ലാം പോവും ഇല്ലേ? സയാക്സിൽ നിന്ന് കിട്ടിയതെല്ലാം പോയില്ലേ? ഓക്കെ, അതിന്റെ എല്ലാം കളർ അങ്ങ് ഫെയ്ഡ് ആയി പോകും, അതിന്റെ ഇതെല്ലാം ഫെയ്ഡ്. പക്ഷേ ശുശ്രൂഷയ്ക്ക് ഇപ്പൊ മോള് ബൈബിള് വായിക്കുന്നില്ലേ? ദാറ്റ് ഈസ് ആൾസോ എ മിനിസ്ട്രി. നിങ്ങൾ ചെയ്യുന്നതെല്ലാം ശുശ്രൂഷ. സഭയ്ക്ക് വേണ്ടി പായിടുന്നത് ശുശ്രൂഷയ, ലൈറ്റ് ഇടുന്നത് ശുശ്രൂഷയ, വെള്ളം കൊണ്ട് കൊടുക്കുന്നത് ശുശ്രൂഷയ, നമ്മുടെ ഓരോ കാര്യങ്ങളിൽ എന്താ PYPയുടെ റെസ്പോൺസിബിലിറ്റി ഇരിക്കുന്ന ശുശ്രൂഷയ, സൺഡേ സ്കൂളിന്റെ റെസ്പോൺസിബിലിറ്റി ശുശ്രൂഷയ, ചർച്ചിന്റെ റെസ്പോൺസിബിലിറ്റി ഇരിക്കുന്ന ശുശ്രൂഷയ. നിങ്ങൾക്കെല്ലാം മാറി നിൽക്കുമ്പോൾ ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന അത് ശുശ്രൂഷ. അവർക്ക് എന്താ വെച്ചേക്കുന്നതെന്ന് അറിയാമോ? ക്രൗൺ ഓഫ് ഗ്ലോറി, തേജസ്സിന്റെ വാടാത്ത കിരീടം. അപ്പം ഈ ദിവസങ്ങളിൽ പറ, എനിക്ക് വേണ്ടി ദൈവം ഇപ്പോൾ എത്ര കിരീടം വെച്ചു? ഒന്ന് ക്രൗൺ ഓഫ് റൈച്ചസ്നെസ്, ക്രൗൺ ഓഫ് ലൈഫ്, ക്രൗൺ ഓഫ് ഗ്ലോറി. 4ാമത്തെ കിരീടം എന്താ നോക്കാം. 1 തെസ്സലോനിയൻസ് 2-ാം അധ്യായം, ചാപ്റ്റർ 2 വേഴ്സ് നമ്പർ 19. 2-ാം അധ്യായം അതിന്റെ 19ാമത്തെ വാക്യം. നമ്മുടെ കർത്താവായ യേശുവിന്റെ മുമ്പാകെ അവന്റെ പ്രത്യക്ഷതയിൽ ഞങ്ങളുടെ ആശയോ സന്തോഷമോ പ്രശംസാ കിരീടമോ ആറാകുന്നു. അപ്പം സ്തോത്രം. ഇത് ആർക്കുള്ളതെന്ന് അറിയാമോ? ദൈവരാജ്യത്തിന് വേണ്ടി നിങ്ങൾ ആരെങ്കിലും കൊണ്ടുവന്നാൽ അവർക്ക് എന്തുണ്ട്? പ്രശംസാ കിരീടം. ആമേൻ. എനിക്ക് ഓർമ്മയുണ്ട്, ഈ രാജസ്ഥാനിൽ വെച്ച്, ഉദയ്പൂര് വെച്ച്, അപ്പം ആദ്യത്തെ ഈ ശുശ്രൂഷയിലൊക്കെ വരുമ്പം സ്നാനപ്പെടുത്തുക, അല്ലെങ്കിൽ കല്യാണം നടത്തുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആദ്യമേ വരുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. അപ്പം 2010 ഞാൻ അവിടെ കയറി ജോയിൻ ചെയ്തു. 2011 ഞാൻ അവിടെ എന്താക്കി എന്നറിയാം, മിഷൻ കോർഡിനേറ്റർ ആക്കി. അപ്പൊ എന്റെ റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞാൽ ഓരോ ഗ്രാമത്തിൽ പോകണം. ഓരോ ഗ്രാമത്തിൽ ചെല്ലുമ്പം അവിടെ ചിലപ്പോൾ ആരെങ്കിലും മരിച്ചാൽ അവർക്ക് ശുശ്രൂഷ ചെയ്യണം, അതുപോലെ തന്നെ ആരെങ്കിലും ഉണ്ടെങ്കിൽ കൊച്ചിന് പ്രതിഷ്ഠിക്കണം. അപ്പൊ എന്ത് ചെയ്ത് ഇവർക്ക് ഫിലദൽഫിയ എനിക്ക് 2012 പെട്ടെന്ന് അവർ 5 വർഷമൊക്കെ നിന്നാലേ ഓർഡിനേഷൻ വരും. പക്ഷെ എന്റെ റെസ്പോൺസിബിലിറ്റി ഉണ്ട്, എനിക്ക് പെട്ടെന്ന് ഓർഡിനേഷൻ തന്നു. അപ്പൊ ഓർഡിനേഷൻ തന്നിട്ട് ഞാൻ എന്ത് ചെയ്തെന്ന് അറിയാമോ? ജാബുവ, മധ്യപ്രദേശിലൊരു സ്ഥലമാണ് ജാബുവ. അപ്പം അവിടെ ചെന്ന ഉടനെ ഇങ്ങനെ ഇതിനെക്കാട്ടിയും ഒരു വലിയ സഭയാ, ആൾക്കാർ ഇങ്ങനെ തിങ്ങി ഇരിക്കുക. അവിടെ അവർ ഇരിക്കുന്ന ഇങ്ങനെ ചുരുണ്ടുകൂടിയ, അതായത് നമ്മുടെ ഇത്രയും സ്ഥലത്ത് വേണമെങ്കിൽ ഒരു 10 പേരിരിക്കും. കാര്യം നമ്മുടെ കൂട്ടല്ല, നമ്മൾ ഇന്ന് ഇപ്പൊ അവർ ഇത്രയും പേരുണ്ടെങ്കിൽ വളരെ സ്പേസ് വേണ്ടേ, ഒന്ന് മാറിയിരിക്കും. പക്ഷെ അവരിങ്ങനെ ഇടുങ്ങിയിരിക്കും. അവരുടെ രീതി അങ്ങനെ അവരിയ്ക്കുന്നത്. അതുപോലെ അവരിങ്ങനെ ഇരിക്കുക. പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞിട്ട് അവരെല്ലാം പ്രാർത്ഥിക്കാൻ വന്നിട്ട് പാസ്റ്റർ പറഞ്ഞു പ്രതിഷ്ഠയുണ്ട്, പ്രാർത്ഥിക്കണം. അപ്പൊ നമ്മുടെ നാട്ടിൽ എന്താ പ്രതിഷ്ഠ ഉണ്ടെങ്കിൽ മാതാവും പിതാക്കളും ജനിക്കുന്നതിന് മുമ്പേ പേര് കണ്ടുപിടിച്ചോണ്ട് വരും അല്ലേ? അപ്പൊ നമ്മൾ പേരിന്റെ കാര്യമൊന്നുമില്ല അല്ലെ? ജനിക്കുന്നതിന് മുമ്പേ ആണായാൽ ഈ പേര് അല്ലെ, പെണ്ണായാൽ ഈ പേര്, അങ്ങനെ വെറൈറ്റീസ് ഓഫ് പേരുകൾ വെച്ചിട്ടായിരിക്കും വരുന്നത്. അപ്പം നമ്മളെല്ലാം പ്രാർത്ഥിച്ച് ഒരു തീരുമാനം എടുത്തിട്ടാണ് വരുന്നത്. അപ്പം കൊച്ചിനെ കൊണ്ട് എന്റെ കയ്യിൽ തന്നു. നമ്മുടെ നാട്ടിലെ രീതി ഞാൻ പ്രാർത്ഥിച്ചു, ദൈവത്തിനോട് പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ചു. കൊച്ചിനെ കൊടുക്കാൻ നേരത്തെ പക്ഷെ പേരിടണം. പേരോ? അപ്പൊ ഞാൻ നിങ്ങളോട് ചോദിക്കും, നിങ്ങളാണെങ്കിൽ അവിടെ എന്ത് പേരിടും? 2 പെങ്കൊച്ചുങ്ങളാ, നിങ്ങളാണെങ്കിൽ അവിടെ എന്ത് പേരിടും? ഞാൻ ചോദിക്കും, നിങ്ങൾ പറഞ്ഞോ, ഏതായാലും തെറ്റായാലും ശരിയായാലും നിങ്ങളാണെങ്കിൽ എന്ത് പറയും? എന്ത് പറഞ്ഞ വിളസ? കേട്ടില്ല. ഗ്രേസ്. ഓക്കെ ഓക്കെ ഓക്കെ, കൊള്ളാം. വേറെ ആരെങ്കിലും ഒരു പേരോട് പറ. ബ്ലസ്സി. ഓക്കെ ഓക്കെ. ഇനി ബൈബിളിലെ ഒരു പേര് പറ. ദെബോര. വെരി ഗുഡ്. ഓക്കെ. എസ്തേർ. ഓക്കെ, എന്റെ പോയിന്റിലേക്ക് വരുവാ. എസ്തേർ. ഇനി ആരെങ്കിലും ഒരു രൂത്ത്. ഓക്കെ. അപ്പൊ ഞാനിട്ട പേരെന്താന്ന് അറിയാമോ? എസ്തേറും ഒരു പ്രാർത്ഥിച്ചു കഴിഞ്ഞ ഉടനെ പേരിടാൻ പറയും. ഞാൻ എന്ത് ചെയ്യും? പെട്ടെന്ന് വന്ന എസ്തേറും രൂത്തും, ഞാൻ 2 പേരങ്ങിട്ട്. ഇന്ന് ആ എസ്തേറും രൂത്തും എത്ര വലുതായെന്ന് എനിക്കറിയാം. 2010 ഇപ്പയും എത്ര വയസ്സായി? 15 വയസ്സായി കാണും അല്ലെ? സ്തോത്രം. എവിടെയാണോ ആവോ. അത് കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ ഇരിക്കുക. അപ്പം ഓർഡിനേഷൻ വന്നത്. അടുത്ത് ഞാൻ പഞ്ചാബിൽ ചെന്നു. എവിടെ ചെന്ന് പറഞ്ഞാൽ ഹട്ടാരി എന്ന് പറഞ്ഞ ബോർഡർ, നിങ്ങൾക്കറിയാം പഞ്ചാബ് ഹട്ടാരി ബോർഡർ, ആർക്കെങ്കിലും അറിയാമോ? അവിടെ ചെന്നപ്പോൾ അവിടെ ഒരു ദീപക് പാസ്റ്റർ ഉണ്ട്. അപ്പം ഞാൻ ഓർഡിനേഷൻ കഴിഞ്ഞ പാസ്റ്റർ അവിടെ ചെല്ലുമ്പം അവിടെ ഒരു മാതാവ് മരിച്ചു. മാതാവിന്റെ വയസ്സ് എത്രയെന്ന് അറിയാമോ? 98 വയസ്സ്. അപ്പം അവിടുത്തെ രീതി എന്ന് പറഞ്ഞാല് എന്തെന്നോ, ഈ പ്രായമുള്ളവർ മരിച്ചാൽ അവര് ഈ പെട്ടിയുടെ മേളില് അന്ന് ആദ്യമായിട്ട് അവിടെ പെട്ടി വെച്ച് അടക്കുന്നത് ഈ ആപ്പിള്, നമ്മുടെ ഈ റോബസ്റ്റ പഴം, അവിടെ ഏത്തപ്പഴം കിട്ടത്തില്ല, റോബസ്റ്റ പഴം, മുന്തിരിങ്ങ, ഓറഞ്ച്, ഇതെല്ലാം ഇങ്ങനെ കെട്ടിയിടും. ഞാൻ വിചാരിച്ചു നമ്മുടെ നാട്ടിൽ റീത്ത് വെക്കുന്നതിന് പകരം ഇവര് ഫ്രൂട്ടാ വെക്കുന്നതിന്. അപ്പം ഇതിന് ശേഷം പ്രസംഗമൊക്കെ കഴിഞ്ഞു, ഒരു പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ഭയങ്കര ആരവം. ഓടി വന്നു. ചിലര് ഒരു പഴത്തിൽ പിടിക്കുന്നു, അടുത്ത ആ പഴത്തിന്റെ പകുതി പിടിക്കുന്നു. ഭയങ്കര ബഹളം, ഭയങ്കര അടി. അപ്പൊ ഞാൻ വിചാരിച്ചു പാസ്റ്റർ ഇവിടെ എന്തോ നടക്കുന്നത്, ഇവിടെ തല്ലുകൂടുവാന്നോ? അങ്ങനല്ല, ഈ
പ്രായമല്ലയോ, 98 വയസ്സുള്ള മാതാവല്ലേ. അപ്പൊ ഇവര് മരിച്ചിട്ട് ഈ ഫ്രൂട്ട്സ് കഴിക്കുന്നവർക്കും ഇത്ര പ്രായം കിട്ടുമെന്നുള്ളൊരു പതിവ് ഇവിടെ കൊണ്ട് അതിനായി കിടന്ന് ബഹളം കാണിക്കുന്നതിന്. എന്നിട്ട് പിന്നെ ഞാൻ പറഞ്ഞു, എനിക്കൊരു 10 മിനിറ്റ് കൂടെ വേണം പ്രസംഗിക്കാന്ന് പറഞ്ഞ്, നിങ്ങളുടെ ആയുസ് തമ്പുരാനകത്തായിരുന്നു, നിങ്ങൾ ഒരു പഴം തിന്നാലും നിങ്ങളുടെ ആയുസ് കൂടത്തില്ലെന്ന് പറഞ്ഞ് പിന്നെയും 10 മിനിറ്റ് എനിക്ക് പ്രസംഗിക്കേണ്ടി വന്നു. എന്നിട്ട് അന്നേരം ഞാൻ ആദ്യമായിട്ട് ശുശ്രൂഷ ചെയ്തത് എന്തെന്നറിയാമോ? ശവസംസ്കാര ശുശ്രൂഷ ചെയ്തു. അപ്പം ശ്രദ്ധിച്ചോണേ. അപ്പം നമുക്ക് കിട്ടുന്ന ഓരോ എന്താ പറയാ, ഓരോരുത്തർ കൊണ്ടുവന്നിട്ട് അപ്പം ഉദയപൂരിൽ വെച്ച് പിന്നെ സ്നാനപ്പെടുത്താൻ തുടങ്ങി. എനിക്ക് ഓർമ്മയുണ്ട്, അന്ന് ആദ്യത്തെ സ്നാനത്തിൽ 9 പേര്. കഴിഞ്ഞ നാളുകളിൽ ഞാൻ ആന്ധ്രാപ്രദേശിൽ ചെന്നു, അവിടെയും പാസ്റ്റർ സ്നാനപ്പെടുത്താൻ പറഞ്ഞു. ഇതൊക്കെ ഈ പാസ്റ്റേഴ്സിന് കിട്ടുന്ന ഓരോ റെസ്പെക്റ്റും ഓരോ രീതിയാണ്. ഞാൻ ചിന്തിക്കുന്നു, ദൈവപ്രവൃത്തി നടക്കുന്നിടത്ത് ജനം ഓടി വരുന്നിടത്ത്, അതായത് ഞാനിപ്പം പറയാ, ഒരു കൺവെൻഷൻ നടന്നിട്ട് 10 പേര് ക്രിസ്തുവിൽ വന്നാൽ അത് പ്രസംഗിക്കുന്നവർക്ക് മാത്രമല്ല, പോസ്റ്റർ ഒട്ടിക്കുന്നവർക്കും അതിന്റെ റിസൾട്ട് ഉണ്ട്, അതിന്റെ പായിടുന്നവർക്കും അതിന്റെ റിസൾട്ട് ഉണ്ട്. നീ 1 രൂപ സ്വത്രാഴ്ച ഇട്ടെങ്കിലും അതിന് ആ കൺവെൻഷനോ മീറ്റിങ്ങിനോ ചർച്ചിനോ ആ 1 രൂപ ഇട്ടെങ്കിലും അതിന്റെ റിസൾട്ട് ഉണ്ട്. എന്നാൽ ദൈവനാമത്തിന് വേണ്ടി ചുമതല കൊടുത്ത് നിന്ന നമുക്ക് വേണ്ടി ദൈവം തരത്തില്ലയോ? ആ കിരീടമാണ് നമ്മൾ ചെയ്തത്. സോൾ വിന്നേഴ്സ് ക്രൗൺ എന്ന് പറഞ്ഞാൽ ആ പ്രശംസയുടെ കിരീടം. ഒന്ന് വായിച്ചാട്ട് ആ വാക്യം 2:19 ഒന്നുകൂടെ വായിച്ചാട്ട്. നിങ്ങളല്ലയോ. അപ്പം നമ്മൾ അന്ത്യനാളിൽ അവിടെ ചൊല്ലുമ്പോൾ എന്തെങ്കിലുമൊക്കെ കൊടുക്കണം, എന്തെങ്കിലുമൊക്കെ കൊണ്ടുവെക്കണം, പ്രശംസ കാണിക്കാൻ. ഞാൻ എന്തെങ്കിലുമൊക്കെ ദൈവനാമത്തിന് വേണ്ടി ചെയ്തു. ഒരു ട്രാക്ട് കൊടുത്തോട്ടെ. എനിക്ക് എപ്പോഴും ഓർമ്മയുണ്ട്, നമുക്ക് പല എനിക്കറിയാം ഇവിടുത്തെ വിഷയങ്ങൾ ഇതൊക്കെയുണ്ട്, അല്ലെങ്കിൽ നമുക്കെല്ലാം ഇത് താല്പര്യമുള്ളവരാ ട്രാക്ട് കൊടുക്കാനും ഇതൊക്കെ ചെയ്യാനും. കഴിഞ്ഞ ദിവസം നമ്മുടെ ഗ്രൂപ്പിൽ വന്നൊരു മെസ്സേജ് കണ്ടല്ലോ, ഒരു ദൈവദാസനെ വന്ന് പോലീസ് പിടിച്ചോണ്ട് പോയി. ആ പോലീസ് പിടിച്ചോണ്ട് പോയിട്ട് എന്തായാലും കംപ്ലൈന്റ് ചെയ്തവർ പിന്നെ ചെല്ലാത്തോണ്ട് ആ ദൈവദാസനെ പുറത്തു വിട്ടു. ഈ ഡൽഹി നടന്ന സംഭവം, നമ്മുടെ സൗത്ത് ഡിസ്ട്രിക്റ്റിൽ നടന്ന സംഭവം. അങ്ങനെ ഓരോ വിഷയങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. പക്ഷേ നമ്മൾ വയസ്സായിരിക്കും, പക്ഷേ നമ്മൾ അന്ത്യനാളിൽ നമ്മുടെ കാൽ ബലപ്പെട്ടിരിക്കണം. അങ്ങനെയുള്ളവർക്കാണ് എന്ത് കിരീടം എന്നറിയാമോ? പ്രശംസ കിരീടം. അടുത്ത കിരീടം നിങ്ങൾ റെവലേഷൻ 2:10 വാക്യം ഒന്ന് വായിച്ചാട്ടെ. റെവലേഷൻ, വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായം. മരണപര്യന്തം എന്ന് പറഞ്ഞാൽ മരണത്തോളം നീ എന്ത് ചെയ്യണം? വിശ്വസ്തരായിരിക്കണം. ഞാൻ പറയാറുണ്ടല്ലോ, സുവിശേഷ വേലയ്ക്ക് ഇറങ്ങിയപ്പോ എനിക്ക് ഭയങ്കര തീഷ്ണതയാണ്, കർത്താവേ നിനക്ക് വേണ്ടി മരിക്കാൻ തയ്യാറാ. ഓക്കെ, പക്ഷേ പലപ്പോഴും പ്രായമൊക്കെ ആയി കുറച്ചുകൂടെയൊക്കെ വലുതായി പല കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അയ്യോ മരണം കഴിയും. ഞാൻ ഭോപ്പാലിലായിരുന്നപ്പം പല വാർത്തകളും വരുന്നു, ദൈവദാസന്മാരെ കൊല്ലുന്നു. ഒരു കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ കേട്ട വാർത്തയാ. അതായത് ഞാൻ ഇങ്ങനെ ബൈക്കിൽ ഓടിച്ചോണ്ട് പോകും, അപ്പം വാർത്ത കേട്ടതാ, ഒരു ദൈവദാസനെ കൊന്ന് കുറ്റിക്കാട്ടിലിട്ടു. അറിഞ്ഞില്ല, മണം വന്നപ്പോഴാണ് ആ ദൈവദാസനെ അവിടെ മരിച്ചു കിടക്കുന്ന അറിഞ്ഞ്. അപ്പം ഞാനിങ്ങനെ ബൈക്കൊക്കെ ഓടിച്ചോണ്ട് പോകുമ്പോൾ ഞാൻ, ഇവിടെ ആരെങ്കിലും എന്നെ കൊന്നിട്ടാൽ ആരറിയും? ഓക്കെ, കാര്യം നമ്മൾ പോകുന്ന വഴി മൊത്തം കാടാ, ആരും അറിയത്തില്ല. പലപ്പോഴും ആ ധൈര്യമില്ല. പക്ഷേ ദൈവത്തിന്റെ ആത്മാവ് വചനത്തിൽ കൂടെ മരണപര്യന്തം മരണത്തോളം വിശ്വസ്തരായി നിന്നാൽ നിനക്ക് എന്ത് ചെയ്യും? ജീവകിരീടം പ്രാപിക്കും. അപ്പൊ ഞാനൊരു ചിന്തിക്കാറുണ്ട്, നിങ്ങൾ ഈ ഒരു പക്ഷേ ഇത് കേട്ടായിരിക്കും, ഒരു തീവ്രവാദി യേശുക്രിസ്തുവിനെ അക്സെപ്റ്റ് ചെയ്തിട്ട് തീവ്രവാദി യേശുവിനോട് പ്രാർത്ഥിക്കുക, കർത്താവേ ഇതുവരെ ഞാൻ മരിക്കുന്നതിന് പേടിയുള്ളവനല്ലായിരുന്നു, ഇനിയും ഞാൻ നിനക്ക് വേണ്ടി മരിക്കാൻ തരാം. അപ്പൊ യേശു ഇങ്ങനെ മറുപടി പറഞ്ഞ്, നീ എനിക്ക് വേണ്ടി മരിക്കണ്ട, നീ എനിക്ക് വേണ്ടി 2 ദിവസം ജീവിച്ചാൽ മതി. അപ്പൊ മരിക്കുന്നതിനെ കട്ടി പാടാ യേശുവിന് വേണ്ടി ജീവിക്കാൻ. ഈ ദിവസങ്ങളിൽ നമ്മൾ മരണപര്യന്തം വിശ്വസ്തരായിരുന്നാൽ, ആ വാക്യം ഒന്നുകൂടെ പറഞ്ഞ് നമുക്കൊന്ന് അവിടെ നിർത്താം. ഒന്നുകൂടെ വായിച്ചാട്ടെ. റെവലേഷൻ ചാപ്റ്റർ 2:10. നീ സഹിപ്പാനുള്ളത് പേടിക്കണ്ട. അവിടെ പറയാം, നിനക്ക് ഉപദ്രവം ഉണ്ടാകും, പക്ഷേ ബി ഫെയ്ത്ത്ഫുൾ. എന്നാൽ നീ എന്ത് പ്രാപിക്കും? ജീവകിരീടം. സ്തോത്രം. അപ്പം നമുക്കുള്ള കിരീടമായതൊക്കെ അന്ന് സ്വർഗത്തിൽ ചെല്ലുമ്പോൾ നമ്മുടെ തല എങ്ങനെയാണ് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് മെഡിറ്റേറ്റ് ചെയ്യും. ഒന്നുമില്ലാതെ
തല മറച്ചു നിൽക്കുന്ന അവസ്ഥയാണോ, അതോ കർത്താവെ ഈ വേദപുസ്തകത്തിൽ കിടക്കുന്ന 5 കിരീടവും പ്രാപിച്ചുകൊണ്ട് നിൽക്കാൻ നമ്മുടെ കാൽ ബലപ്പെട്ടിരിക്കും? ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ let's bow our head before the God's throne and ask the grace for us. നമ്മൾക്ക് ദൈവത്തിന്റെ കൃപ തരേണ്ടതിന് കർത്താവെ വിശ്വസ്തയോടെ ജീവിപ്പാൻ, നിത്യതയിൽ പ്രവേശിക്കുവാൻ നമ്മൾ ഒരുമിച്ച് ആമേൻ താഴ്ത്തി കൊടുക്കുമ്പോൾ റോജി ബ്രദർ അവസാനമായി പ്രാർത്ഥിച്ചു.